ഹലോ ഹലോ അപ്പോൾ ഡെയിലി ഡയറിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അല്ലുനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് ഈവനിങ് വൈകിട്ടായി കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് മഴയായിരുന്നു, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റാഞ്ഞ്. അപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ, മീൻപിടിപ്പാറയിൽ പോവാം കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പം നമുക്ക് ഏറ്റവും അടുത്ത് വൈകുന്നേരം പോയിട്ട് വരാൻ പറ്റിയ, അതായത് കരാളിമുക്കിൽ നിന്ന് വൈകിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം മീൻപിടിപ്പാറ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ വരുമ്പോൾ സന്ധ്യയാവും. ഞങ്ങൾ ഇറങ്ങുന്നത് വൈകിട്ടൊരു 4 മണി കഴിഞ്ഞിട്ടാട്ടോ. അല്ലുവിനെ വിളിച്ച് നേരെ അവിടെ നിന്ന് വരുമായിരുന്നു. വരുന്ന വഴിക്കാണ് ഞങ്ങൾ ചായയും കുറച്ച് സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് വന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറേയും കൂടെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും ലാൻഡ്സ്കേപ്പിംഗ് ഒന്നും ഇത്രയും ഇല്ലായിരുന്നു. അതുപോലെ ഈ സ്ലൈഡും പിള്ളേർക്ക് കളിക്കാനുള്ളതൊന്നും ഇത്ര ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ടൈം പോയപ്പം ജസ്റ്റ് ചെറിയ ഒഴുക്കേ ഉണ്ടായിരുന്നു. ഇപ്പോൾ മഴ ആയതുകൊണ്ട് നല്ലപോലെ വെള്ളം കുത്തി വലിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല കെയർഫുള്ളായിട്ട് തന്നെ അവിടെ നിൽക്കണമായിരുന്നു. നല്ല പേടിയായിരുന്നു ആ പാലത്തിൻ്റെ പുറത്തൂടെയൊക്കെ നിൽക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ അവിടുന്ന് കറങ്ങി ഞങ്ങൾ അപ്പുറത്ത് ചെന്നു കേട്ടോ. ഈ വഴിയെല്ലാം ഞങ്ങൾ ഫോട്ടോ എടുത്തു. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി അവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. അത് പ്രൈവറ്റ് വഴിയാണ്, അപ്പുറത്തോട്ടുള്ളതല്ല. അങ്ങനെ സാവ പോവുക, അതവിടെ പ്രൈവറ്റ് വഴിയാണ്. അവിടെ ചെന്നപ്പോഴാട്ടോ അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ തിരിച്ച് ഇപ്പുറത്തൂടി കറങ്ങി കാറിൻ്റെ അടുത്ത് വന്നിട്ടാണ് അവിടുന്ന് നമുക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എൻട്രി വന്നു. പിന്നെ ഏട്ടനാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങത്തേ ഇല്ല. പിന്നെ ഞാനും ചേച്ചിയും ഡ്രസ്സ് എക്സ്ട്രാ എടുത്തില്ല, കാര്യം മഴയാവും, നമ്മൾ ഇറങ്ങുന്നില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്ന് ചേട്ടനും സാവിയയും അല്ലുവും വെള്ളത്തിൽ ഇറങ്ങുന്ന കണ്ടപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പതുക്കെ കുറച്ചായിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. എന്തായാലും ഇതിനിടയ്ക്ക് അല്ലു ഒരു വീഴ്ചയൊക്കെ വീണു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഏട്ടനിങ്ങനെ നേരത്തെ വന്നപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. സൈഡിലിരുന്ന് ഇങ്ങനെ കാഴ്ച കാണുന്നതല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഈ ഒഴുക്കുള്ളത് കൊണ്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അവിടെ അങ്ങ് ആഴമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ഒരു സ്റ്റെപ്പ് പോലെ കെട്ടിയിരിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തോട്ട് പോയാലേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് പോകുന്നതോടെ അല്ലു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ അല്ലുവിനെ ഒരു സൈഡിലാക്കിയിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നു. കണ്ടോ ഭയങ്കര കരച്ചിലായിരുന്നു. അവനൊന്നാമത് ടീസ് ചെയ്യുകയും ചെയ്യും. പിന്നെ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് ചേച്ചിയുടെ ഡ്രസ്സ് നനയും, വേറെ ഡ്രസ്സ് ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവിടെ ഇരുന്ന. പക്ഷെ പിന്നെ പതുക്കെ ചേച്ചിയും ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ട്, മഴ പെയ്യുന്നത് വരെയും ഞങ്ങൾ അതിനകത്ത് വെള്ളത്തിൽ തന്നെ ഇരുന്നു. കുറച്ച് നേരം മഴ നേരത്തെ പെയ്തതുകൊണ്ട് മാത്രം ഞങ്ങൾ കയറില്ല, അല്ലെങ്കിൽ ഞങ്ങൾ മൊത്തം നനഞ്ഞ് കയറിയേനെ. ഞങ്ങൾ ഈ നനഞ്ഞതോടുകൂടി കേട്ടോ കാറിൽ കയറി തിരിച്ച് നമുക്ക് വീട് വരെ വന്നത്. ആ മഴയത്ത് തണുത്ത് വിറച്ചാണ് വന്നത്. അല്ലുനും സാവിയയ്ക്കും മാത്രമേ ഞങ്ങൾ ഡ്രസ്സ് കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ്ട് ചേച്ചി ഇറങ്ങിയിട്ടുണ്ട്. പതുക്കെ ഞാൻ ഇനി ഇത്ര ഇറങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷേ ഒരു രക്ഷയില്ല, ഞങ്ങളങ്ങനെ മൊത്തം നനഞ്ഞില്ല, മുക്കാലോളം നനഞ്ഞു. അല്ലു പിന്നെ പറയണ്ട, കാണാം നിങ്ങൾക്ക് അല്ലു കിടന്ന് അവിടെ കരഞ്ഞ് ഒരു വിധത്തിൽ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ആ നല്ല ഒഴുക്കുള്ളതുകൊണ്ട് കെയർഫുള്ളായിരിക്കണം. പിന്നെ എന്താ, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നൊരു ഇതായതുകൊണ്ട് നല്ല അടിച്ചു പൊളിച്ചു തേണ്ടേ ചേച്ചിയെ പൂജ ചെയ്യുന്നത് കേട്ടോ അവിടെ എത്തി. അങ്ങനെ അതുമൊക്കെ കഴിഞ്ഞു. ഇപ്രാവശ്യം ഏട്ടനാണ് ക്യാമറാമാൻ. അവിടുന്ന് അങ്ങനെ നല്ല മഴ പെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ മുകളിലോട്ട് കയറിയായിരുന്നു. അവിടുന്ന് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിൽ.